നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞ ഒരു പ്രേതാനുഭവ കഥയാണ്. കാര്യം എല്ലാവരും ഒരുപാട് പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഈ പ്രേതാനുഭവങ്ങൾ. അത് ചില ആൾക്കാർ ഇത് പേടിക്കാൻ വേണ്ടിയിട്ട് കേൾക്കാറുണ്ട്. അവർക്ക് പേടിയില്ല എന്ന് പറയും. പക്ഷേ ഈ ചില ആൾക്കാർ ഈ ഒരു ബീഡി വലിക്കുക, ഒരു 60 മദ്യം കഴിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കഴിച്ചൊരു ഉന്മാദത്തിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെയാണ് ചില ആൾക്കാർക്ക് ഈ പ്രേത കഥകൾ കേൾക്കാൻ ഭയങ്കര സംഭവമാണ്. അപ്പോൾ അത് ഞാൻ പറയുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടാണ്, മറ്റുള്ളവരെ തോൽപ്പിക്കാനൊന്നുമല്ല. എല്ലാവരും ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് വയ്ക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. കാര്യം ഇതെല്ലാവർക്കും പ്രയോജനപ്പെടണം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ. പേടിക്കുക എന്ന് പറഞ്ഞതും പ്രയോജനമാണ്. അത് പേടിക്കുന്നുണ്ടല്ലോ, ചുമ്മാ പേടിക്കില്ലല്ലോ. അപ്പോൾ സംഭവങ്ങൾ കേട്ടാലേ പേടിക്കുള്ളൂ. അപ്പം പേടിക്കാതെ എങ്ങനെ ഈ പ്രേതത്തിന് നമ്മളെങ്ങനെ ഭയപ്പെടാതിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് അധികമായി ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും അത് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഈ പ്രേതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടാതിരിക്കൂ ഞാനൊരു 1000 പ്രാവശ്യം പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ രൂക്ഷതയെക്കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളിലുണ്ടാക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിലുള്ള ചില അനുഭവങ്ങൾ, നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കാത്തതോ ഒരിക്കലും അങ്ങനെ ആകരുതെന്നോ ചിന്തിക്കാത്ത വിധത്തിലേക്ക് വഴികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ പ്രേതം നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ അതുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പ്രേതം ഒരു സമയം ഒരാളിൽ മാത്രമേ പ്രവേശിച്ച് അപൂർവമായി കണ്ടിട്ടുള്ളൂ. പലരിലൊന്നും അങ്ങനെ വരാറില്ല. ഈ ചില സംഭവ കഥകൾ പറയുമ്പോൾ അതിനകത്ത് 1-2 പേർക്കൊക്കെ കാണാനോ കേൾക്കാനോ ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഒരേ കണക്ക് ഒരു സമയം പലരിലും പ്രവർത്തിക്കുന്ന പ്രേതങ്ങൾ അത്യപൂർവമാണത്. അങ്ങനൊരു അനുഭവം ഇപ്പം ഞാൻ കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് നിങ്ങൾ പേടിക്കാനല്ല. മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യന് ചുറ്റിലും പ്രേതങ്ങളും ഉണ്ടാകും. കാരണം എന്താണ് പ്രേതങ്ങൾ? ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ആത്മാവാണ്, അതായത് ശരീരം നഷ്ടപ്പെടുന്ന ആത്മാക്കളാണ് പ്രേതങ്ങളായി മാറുന്നത്. അവരെങ്ങനെ പ്രേതങ്ങളാകുന്നു? മനുഷ്യൻ്റെ ശരീരത്തു നിന്നും ഈ ആത്മാവ് നഷ്ടപ്പെട്ടാൽ വിദ്യാമണ്ണമുള്ള കർമ്മങ്ങൾ, പിതൃതർപ്പണങ്ങൾ, അതായത് ഈ ആത്മാവിന് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങൾ, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും എല്ലാവരും അത് ചെയ്യുന്നുണ്ട് പല വിധത്തിലാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ മോക്ഷപ്രാപ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാക്കൾ ഒരിക്കലും മനുഷ്യരാശിക്ക് ഒരു വിധത്തിലും അത് ദോഷകരമല്ല. കാരണം അവർ ഈ ഭൂമി മണ്ഡലം വിട്ട് തന്നെ അവരുടേതായ ഒരു സ്ഥലത്തേക്ക്, പിതൃലോകത്തേക്ക് പോകും എന്നാണ് വിശ്വാസവും, അതാണ് സത്യവും. പക്ഷേ കൃത്യമായിട്ടുള്ള മോക്ഷപ്രാപ്തി കിട്ടാത്ത ആത്മാക്കൾ അതെങ്ങനെയുള്ള ആത്മാക്കളാണ്? ഈ ആത്മഹത്യ ചെയ്യുന്ന ആത്മാക്കൾ, കൊല ചെയ്യപ്പെടുന്ന ആത്മാക്കൾ, അപമൃത്യു സംഭവിക്കുക, അപകട മരണങ്ങളോ അങ്ങനെയുള്ള ഒക്കെ സംഭവിക്കുക, മാരകമായ രോഗങ്ങൾ വന്ന് മരണപ്പെട്ടു പോവുക, ഗർഭിണിയായ സ്ത്രീകൾ അവരെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ അപകട മരണം സംഭവിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആത്മാക്കൾക്ക് കൊടുക്കേണ്ടുന്ന തർപ്പണങ്ങൾ, അതായത് മരണാനന്തര ശേഷം ആ ആത്മാവിന് കിട്ടേണ്ടുന്ന മോക്ഷപ്രാപ്തി കർമ്മങ്ങൾ സാധാരണ ഒരാൾ മരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എന്നാൽ വളരെയധികം കാര്യമായി ചെയ്ത് തന്നെ അത് മുന്നോട്ട് പോകണം. എങ്കിലേ അവർക്ക് ആ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടും. സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അത് ചെയ്താൽ ആ ആത്മാക്കൾ മോക്ഷപ്രാപ്തി കിട്ടിപ്പോകും. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള അപകട മരണങ്ങളോ അപമൃത്യമോ ഒക്കെ സംഭവിച്ചു പോകുന്ന ആത്മാക്കളെ സാധാരണഗതിയിൽ നമ്മളൊരു മോക്ഷപ്രാപ്തി കർമ്മങ്ങളൊന്നും ചെയ്താൽ അത് അങ്ങനെ ആ പദത്തിലേക്ക് എത്താറില്ല. അതിനേക്കാൾ ഉപരി അങ്ങനെ സംഭവിക്കുന്ന മിക്ക ആൾക്കാർക്കും മരണാനന്തര ശേഷം കർമ്മങ്ങൾ മിക്ക ആൾക്കാരും ചെയ്തു കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അങ്ങനെ മരിച്ചു പോകുന്ന ആത്മാക്കളെ തെമ്മാടിക്കുഴിയിൽ അടക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. കാര്യം ആത്മാക്കളെ പോലും രണ്ടായി തിരിക്കുന്ന വിധത്തിലേക്ക് നല്ല രീതിയിൽ ചെയ്യുന്നതും തെമ്മാടിക്കുഴിയിൽ അടക്കുന്നതുമായിട്ടുള്ള ഒരു രീതി വരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യവുമാണ്. അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മരണശേഷം പിന്നെ ആത്മാവിനെ ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഉള്ള ആത്മാക്കളാണ് വലിയ ദുരന്തങ്ങളായി മാറുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ, ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു 2-3 ഏക്കറിനുള്ളിൽ ഒരു 10 വീട്, 10-15 വീടാണുള്ളത്.
അപ്പം ഈ വീട്ടിൽ ഈ സ്ഥലത്ത് ഒരു കുളമുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ആ കുളത്തിൽ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊല ചെയ്യപ്പെടുകയോ എന്തായാലും അവരവിടെ വെച്ച് അപമൃത്യു സംഭവിച്ചിട്ടുണ്ട്. വർഷങ്ങൾ ഒരുപാടായി ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവ കഥയാണ്. പക്ഷെ ഇപ്പോൾ അവിടെ താമസിക്കുന്ന പലർക്കും ഈ സ്ത്രീയുടെ ദുരനുഭവങ്ങൾ, അതായത് ആ സ്ത്രീയിൽ നിന്നും ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ആത്മാവ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയ ഗർഭിണിയായിരിക്കവേ മരണപ്പെട്ടു എന്ന് വെച്ചാൽ കൊലപാതകമാണെന്നാണ് പറയുന്നത്, അറിയില്ല, ആർക്കും അത്ര വ്യക്തമല്ല. അന്ന് ഒരു ദുരന്തം സംഭവിച്ച ആത്മാവാണ്. പക്ഷേ കാലം ഇത്രയായിട്ടും ഇപ്പോഴും അത് വളരെ ശക്തിയായി ആ പ്രദേശത്ത് നിൽക്കുന്നു. ഈ 10 വീട്ടുകാർക്ക്, 10-15 വീടാണ്, ഇത്രയും വീട്ടുകാർക്കും ഈ ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനെ കൊണ്ടുള്ള ദോഷങ്ങൾ, ഭയപ്പെടുത്തലുകൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഒരു കുടുംബക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതേ അനുഭവം പലയിടത്തും സംഭവിക്കാറുണ്ട്. അപ്പോൾ പൊതുവേ എല്ലായിടത്തും സംഭവിക്കുന്നത്, അവിടെ കല്യാണം കഴിഞ്ഞ് വന്നതോ അവിടെ നിന്ന് കല്യാണം കഴിക്കുന്നതായിട്ടുള്ളവർക്കൊന്നും ദാമ്പത്യ ജീവിതവും നന്നായി മുന്നോട്ട് പോകില്ല. ഭാര്യയും ഭർത്താവും കണ്ടാൽ കീരിയും പാമ്പും പോലെ ഇടപഴകുക, അവരെ കടിച്ച് പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോവുക. എങ്ങനെയായാലും ദമ്പതിമാർക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ആ ഭൂമിയിൽ വന്നാൽ. പുറത്തു പോയാൽ ചിലപ്പോൾ അവർ സന്തോഷമായിട്ട് ജീവിക്കാൻ, പക്ഷെ അവിടെ ഒരിക്കലും അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഈ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഇപ്പം ഞാൻ ഒരാളിൻ്റെ അനുഭവം പറയാം. എൻ്റെ അടുത്ത് വന്ന അവർ പറഞ്ഞത്, ആ പ്രദേശത്തുള്ള ഈ 15 വീട്ടിനുള്ളിൽ താമസിക്കുന്ന മിക്ക ആൾക്കാർക്കും ഇതുപോലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അതായത് എൻ്റെ അടുത്ത് വന്ന കുട്ടിയെന്ന് വെച്ചാൽ വെളുപ്പിനെ നടക്കാനൊക്കെ പോകുന്നതാണ്, കുറച്ച് ആരോഗ്യമൊക്കെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ 5 5:30 മണിക്കോ 6 മണിക്കുള്ളിൽ ആ കുട്ടി നടക്കാൻ പോകും. പക്ഷെ മിക്കവാറും രാത്രി ഒരു സമയമാകുമ്പോൾ ഈ കുട്ടി പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ മൊബൈൽ ഈ കുട്ടിയുടെ കയ്യിലിരിക്കുകയാണ്. രാത്രി മാറ്റി വെച്ചിട്ട് കിടന്ന മൊബൈൽ ഈ കുട്ടിയുടെ കയ്യിലിരിക്കുന്നു. നോക്കുമ്പോൾ മൊബൈൽ ഓണാണ്. അതിനകത്ത് നോക്കുമ്പോൾ 5:30 മണിയെന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നു. ഇദ്ദേഹം പെട്ടെന്ന് എഴുതിക്കുന്നു, പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നു. പുറത്ത് ആണ് ഷൂ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ക്ലോക്കുണ്ട്. അവിടെ വന്ന് ഷൂ ഇട്ടിട്ട് ഈ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ അത് രാത്രി 12:30-യും 1 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് അതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ ഈ മൊബൈലിൽ മാത്രം അത് ഈ 5:30 മണിയെന്ന് കാണിക്കുന്നുണ്ട്. അത് ഈ മൊബൈൽ കുട്ടി മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങിയാണ്. പക്ഷേ കണ്ണു തുറക്കുമ്പോൾ പെട്ടെന്ന് ആരോ തട്ടി ഏൽപ്പിക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഈ മൊബൈൽ ഓണായി കൈയിരിക്കുന്നതും അതിനകത്ത് 5:30 മണിയെന്ന് കാണിക്കുന്നുണ്ട്. ഈ കുട്ടി ഈ അനുഭവം ഉണ്ടാകുന്നു. ഈ ഷൂ ഇടാൻ വരുന്ന ഭാഗത്ത് ഈ ക്ലോക്ക് ഇരിക്കുന്നത് കൊണ്ടാണ് കുട്ടി രക്ഷപ്പെടുന്നത്. പക്ഷേ മറ്റു പലരും, ആ ഭാഗത്ത് നടക്കാൻ പോകുന്ന മറ്റു പലരും ഈ പാതിരാത്രി എണീറ്റ് നടക്കാറുണ്ട് എന്നാണ്. ഇവരും അറിയാതെ ആരോ വന്ന് ഇവരെ വിളിച്ച് വീടിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഈ കുളത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, പല വിധത്തിൽ പേടിപ്പെടുത്താറുണ്ട്. ഈ അതായത് വീട്ടിലുള്ളവർ തന്നെ പരസ്പരം, അതായത് ഈ എന്തെങ്കിലും ഇങ്ങനെ വരുന്ന, ഈ കുട്ടിക്ക് തന്നെ ഉദാഹരണം പറയാം, ശരീരത്തിൽ ഇതെന്തെങ്കിലും വന്ന് ബഹളം കാണിച്ച് തുടങ്ങുമ്പോൾ 7 8 ആണുങ്ങൾ വന്ന് പിടിച്ചാൽ പോലും അവരെയെല്ലാം വളരെ നിസ്സാരമായി എടുത്ത് ദൂരെ എടുത്തെറിയുന്ന ഒരു അത്രയും ആരോഗ്യമാണ് ആ സമയത്തിന് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ അവർക്ക് പേടിയാണ്, അവർക്ക് എന്ത് ചെയ്യുമെന്നറിയില്ല. ഇതൊരു വീട്ടിലെ അനുഭവമല്ല, പല വീടുകളിലും അവിടെ സംഭവിക്കുന്നുണ്ട്. ഇന്നു വരെ അവർ ഒരുപാട് സ്ഥലത്ത് ഇതിനെ പരിഹരിക്കാനൊക്കെ കൊണ്ടുപോയി. എവിടെ പോയാലും ഇതിങ്ങോട്ട് ശരീരത്ത് വന്ന് അട്ടഹസിച്ച് ബഹളം ഉണ്ടാക്കി അവിടെ ഇരിക്കുന്നതെല്ലാം അടിച്ച് പൊട്ടിച്ച് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എല്ലാം ഈ പറഞ്ഞതൊക്കെ കായികമായിട്ട് നേരിട്ട് അവരെ തൊപ്പിയിട്ടിട്ടേ പറഞ്ഞു വിടുള്ളൂ. അത്ര ഒരു രൂക്ഷമായ അവസ്ഥയിൽ അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളും രാത്രി വീട്ടിനകത്തിരിക്കുമ്പോൾ പുറത്തുകൂടി രൂപം നടന്നു പോകുന്നു, അതുപോലെ വന്ന് തട്ടി വിളിക്കുന്നു, പേര് വിളിക്കുന്നു, അവിടെ നിന്നുകൊണ്ട് കയ്യാട്ടി വിളിക്കുന്നു, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒരാൾക്കല്ല ഇത് കാണുന്നത്. ആ 15 വീട്ടിനകത്തുള്ള ആ ചുറ്റുപാടുള്ള എല്ലാവരും ഇത് തന്നെയാണ് കാണുന്നത്. അങ്ങനെ അവർ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് പല ആൾക്കാരെയും പല പ്രമുഖന്മാരെയും അവിടെ കൊണ്ടുവന്നു. അവരെല്ലാവരും പറഞ്ഞത്, അപ്പം എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആ ഭൂമിയിൽ നിന്നും ഇതിനെ മാറ്റാനൊരു ശ്രമമാണ് നടത്തി നോക്കുന്നത്. പക്ഷേ അത് വിജയിക്കുന്നില്ല. ആര് വിചാരിച്ചിട്ടും അതിനെ അവിടെ നിന്നും മാറ്റാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതങ്ങൾ തകരുന്നു, ആത്മഹത്യകൾ ചെയ്യുന്നു, സ്വയം അപകട മരണം സംഭവിക്കുന്നു, ഇങ്ങനെ ദുരന്തങ്ങളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തിനാണ് ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാനും പരിശോധിച്ചപ്പോൾ ഒരു കാരണവശാലും അതിനെ ആ ഭൂമിയിൽ നിന്നും മാറ്റാൻ സാധിക്കില്ല. പക്ഷേ ആർക്കും ഇന്നുവരെയും ഒരാളിൻ്റെ ശരീരത്തിൽ നിന്നും അതിനെ മാറ്റാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാധിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല. അത് വന്ന് തീരുന്നതിന് മുമ്പ് അതങ്ങനെ അട്ടഹസിച്ച്
ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് അത് വരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ ഇതൊക്കെ എൻ്റെ ഓഫീസിലാണ് വന്നത്. എൻ്റെ ഓഫീസിൽ വന്നിരുന്ന് എന്നോടിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനും ഏറ്റവും വലിയൊരു ചക്കിനകത്ത് പെട്ടിരിക്കുന്ന കാര്യം അറിഞ്ഞത്. ചക്കെന്ന് വെച്ചാൽ അറിയാമോ? ചക്കെന്ന് വെച്ചാൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അടി കിട്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഒരുപാട് ആൾ പുറത്തിരിക്കുന്നു. എൻ്റെ റൂമിലാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ നിലയിലാണ് എൻ്റെ ഒരു ഫ്ലാറ്റാണ് എൻ്റെ ഓഫീസ്. തൊട്ട് താഴെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ വെച്ച് എന്തെങ്കിലും അലർച്ചയോ ബഹളമോ ഉണ്ടായാൽ തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. എന്നെ ഒന്ന് പൊക്കിക്കൊണ്ട് പോകാൻ സംശയമൊന്നും വേണ്ട. ശരിക്കും ഞാൻ ഒന്ന് ഭയപ്പെട്ടു. ഇത് എങ്ങനെ ഇതിനെ ഒഴിവാക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കാര്യം ഞാൻ രാശി നോക്കി വെച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ആൾ മാറി. ഇത് വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ. ശരിക്കും ഞാൻ നന്നായിട്ട് ഭയന്നു. കാര്യം അന്ന് വരെ ഒരാളടുത്ത് പോയിട്ടും ഇത് ശരീരത്ത് വന്ന് ബഹളം ഉണ്ടാക്കി അടിച്ച് തകർത്തിട്ടേ അത് പോയിട്ടുള്ളൂ. ഒരാൾക്ക് പിടിക്കാൻ പോലും പറ്റില്ല. ഒരാളല്ല 10 പേര് വിചാരിച്ചാൽ അതിന് പിടിക്കാനും പറ്റില്ല. ഞാൻ പെട്ടു എന്നുള്ളൊരവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ മനുഷ്യന് പരസ്പരം ആളാകാം. നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നീ പുറത്തിറങ്ങ്, നിനക്കുള്ള പണി ഞാൻ തരാം എന്നൊക്കെ പറയും മനുഷ്യന് പരസ്പരം. പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന ആത്മാവിനെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആളാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതിനോട് നമ്മളൊരു വെല്ലുവിളി നടത്തരുത്. അതെൻ്റെ ഗുരു എൻ്റെ പിതാവും ഒരാളാണ്, ആദ്യ ഗുരു. അതിനുശേഷം ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഏറ്റവും വലിയ കാര്യമാണ്, ഇത് നമ്മളെക്കാളും ലക്ഷമല്ല കോടിക്കണക്കിന് സെൻസർ പവറും ഒക്കെ ഉള്ളതാണ്, ബുദ്ധിയും ശക്തിയൊക്കെ ഉള്ളതാണ്. അതിനോട് നമ്മളൊരിക്കലും നമ്മുടെ അഹങ്കാരം കൊണ്ട് ഇടപെടാൻ പോകരുത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ഈ ഇടപെട്ടവരെല്ലാവരും അഹങ്കാരം കൊണ്ട് ഇടപെട്ടിട്ടുണ്ടായിരിക്കാം. ഇതുവരെ ആരും പ്രയോഗിക്കാത്ത ഈ ആത്മാവിനോട്, ഭാഷയെഴുത്ത ആത്മാവ് പൂർണ്ണമായി വന്നിരിക്കുന്നു എനിക്കറിയാം. ഈ ആത്മാവിനോട് ആരും ഇടപെടാത്ത വിധത്തിൽ എൻ്റെ സ്വതസിദ്ധമായൊരു ശൈലി, എൻ്റെ ഗുരു പറഞ്ഞു തന്നൊരു ശൈലി, അതിലൊന്ന് ഇടപെട്ട് നോക്കാം. കാരണം ഇനി ഇത് പോകില്ല, വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതെന്തായാലും ഒരു സമരം നടത്തിയിട്ടേ, ഒരു അക്രമം നടത്തി എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടേ പോകുള്ളൂ, സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാൻ ചെയ്യുന്നൊരു രീതി ഒന്ന് കാല് പിടിച്ച് നോക്കാം എന്നുള്ളത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പുറമേ നമ്മൾ സോപ്പിട്ട് ഡയലോഗ് അടിച്ചാൽ പോരാ, വർത്തമാനം പറഞ്ഞാൽ പോരാ. ഒരു മനുഷ്യൻ എൻ്റെ മുമ്പേ ഇരിക്കുന്നവർ, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് പറയുന്ന വർത്തമാനങ്ങൾ, അതിനകത്തുള്ള പഞ്ചസാരയും രസവും അതിൻ്റെ സോപ്പും മാത്രമാണ് താങ്കൾക്ക് മനസ്സിലായി. എൻ്റെ ഉള്ളറിയില്ല. ഉള്ളിൽ ചിലപ്പം നിന്നെ റെഡിയാക്കി തരാം. ഇപ്പം നിൻ്റെ കൈയും കാലും പിടിക്കുന്നു, ഇത് കഴിയട്ടെ, നിന്നെ ഞാൻ ഒരു 2 ഇഞ്ച് ആണിയിൽ നിന്നെ ഞാൻ നിർത്തിക്കൊള്ളാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നും. പക്ഷേ അത് മനസ്സിലാക്കാൻ ഇതിന് സാധിക്കും. നമ്മുടെ ഉള്ളു മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കഴിവ്. നമ്മളെന്ത് അടുത്ത നിമിഷം ചെയ്യാൻ പോകുന്നു ഇതിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ മനസ്സും എൻ്റെ സംസാരവും പ്രവൃത്തിയും എല്ലാം ഒരേ കണക്കായിരിക്കണം. അതെൻ്റെ ഒരു പ്രാക്ടീസ്, എൻ്റെ ഗുരു നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മാക്കളോട് ഞാൻ ഇടപഴകുമ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് സംസാരിക്കാറുള്ളൂ. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ ഞാൻ പ്രവർത്തിക്കാറ്. ഇന്നുവരെ ഒരു ആത്മാവിനെ വേദനിപ്പിച്ച് ഞാൻ വിട്ടിട്ടില്ല. അപൂർവമായിട്ട് ചിലതിനെ കുറച്ച് സമയം ഒന്ന് വേദനിപ്പിച്ചാലും പിന്നീട് അതിനോട് മാപ്പ് പറഞ്ഞിട്ട് എൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനെ ഞാൻ എൻ്റെ വശത്തേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പം ഇതിനെ ഞാൻ അങ്ങനെ പോലും ചെയ്തില്ല. എൻ്റെ മനസ്സിൽ ആദ്യം സത്യസന്ധമായി ഞാൻ ഉറപ്പിച്ചു. എന്നിട്ട് ഞാൻ എണീറ്റ് ഇതിൻ്റെ അടുത്ത് പോയിട്ട് വളരെ താഴ്മയായിട്ട് എൻ്റെ പ്രത്യേകിച്ച് എനിക്കൊരു സ്ഥലമുണ്ട്, ഇതൊക്കെ വെച്ച് അവിടെ എനിക്കൊരു ദൈവിക ശക്തിയൊക്കെ ഞാൻ ആവാഹിച്ച് നിർത്തിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു. അതെനിക്ക് മറ്റൊരു പരീക്ഷണം കൂടെയായിരുന്നു. വരാമെന്ന് പറഞ്ഞു. അതിനർത്ഥം ദൈവിക സ്ഥാനത്ത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഒരുപാട് പേടിക്കണം. പക്ഷെ അവിടെ വരില്ല എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പൈശാചികം കലർന്നൊരു ശക്തിയാണ്. അപ്പം അതിനെ നമ്മൾ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാതിരിക്കുക. ചെയ്യുകയാണെങ്കിൽ എന്തും നേരിടാം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി വേണം നമ്മൾ അതിനെ നേരിടാനായിട്ട്. പക്ഷേ ദൈവികമായിട്ട് ശക്തി എന്ന് പറഞ്ഞാലും അതിനെ നമ്മൾ ഒരുപാട് പേടിക്കണം. പക്ഷേ സത്യസന്ധമായി ഇടപെട്ടാൽ അതിനെ നമുക്ക് നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. ഞാൻ വിളിച്ചു, അത് എണീറ്റ് വന്നു. അപ്പം ആൾക്കാർ വിശ്രമമുറിയുണ്ട്, ആ മുറിയിൽ കൂടിയാണ് ഈ പറഞ്ഞൊരു സ്പേസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നേരെ അവിടെ കൊണ്ടുവന്നു, അവിടെ നിർത്തി. എൻ്റെ അമ്മയുടെ ഒരു രൂപം ഞാനവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെ ഉപാസനമൂർത്തിയുടെ. ആ ഉപാസനമൂർത്തിക്ക് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സത്യമായിട്ട് അത് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഒരാത്മാവാണത്.
അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ഒരു ശക്തി അതിൻ്റെ പിന്നിലുണ്ട്. അതിനുണ്ട്. എന്നെക്കാളേറെ ദൈവം ആ കുട്ടിയെ അനുഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് സഹായകരമായിട്ടുണ്ട് ഈ ആത്മാവിന്. അപ്പോൾ അതിനെന്തോ ആവശ്യമുള്ള എന്തോ ഒരു കാര്യം നേടിക്കൊടുത്താൽ ഇത് ഒഴിഞ്ഞു പോകും. ഈ ശരീരത്തിൽ നിന്നും ആ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള അധികാരമൊന്നും എനിക്ക് എൻ്റെ രാശിയിൽ കിട്ടിയില്ല. ഞാനത് തുറന്നു പറഞ്ഞു, അവിടെ ഞാൻ വരില്ല, ഒഴിപ്പിക്കാനും വരില്ല ഈ ശരീരത്തിൽ നിന്ന്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനും അതിനെന്തോ ഒരു ആവശ്യം നേടിക്കൊടുക്കണം. നേടിക്കൊടുത്താൽ അത് മാറിപ്പോയിക്കൊള്ളും എന്നുള്ളത് ശാന്തമായിട്ട് അത് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. അത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുഖം ശ്രദ്ധിച്ചു. 2 തുള്ളി കണ്ണുനീര് വന്നു. വളരെ സൗന്ദര്യമുള്ളൊരു മുഖമായിട്ട് മാറി. ഇന്നുവരെ കാണാത്ത വിധത്തിലുള്ള ശാന്തതയെ ആ മുഖത്ത് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അത് മനസ്സ് വയ്ക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത്. അമ്മയോട് പ്രാർത്ഥിക്കുന്നു ആത്മാവ് അതിന് മോക്ഷപ്രാപ്തി കിട്ടാൻ. അതിനൊരു കാരണക്കാരനായി ഞാനെന്നുള്ള. അപ്പോൾ ഈ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ സമയം കൊണ്ടും അതിൻ്റെ മുഖത്തിനുള്ള ഭാവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ തിരിച്ച് വിളിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ട് ഞാൻ കാര്യമായി സംസാരിച്ചു. എന്താണെങ്കിലും ഞാനത് സാധിച്ചു തരാം, പക്ഷേ ഈ ശരീരം വിട്ടു പോകുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ ആശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അത് സമ്മതിച്ചു. ഇനി അടുത്തൊരു ദിവസം അതിന് ഞാനൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 2-3 ആഴ്ച കഴിയും, അതപ്പോഴത്തേക്ക് എനിക്ക് സമയം കിട്ടുന്നത്. ആ ഡേറ്റിന് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തൊരു ദിവസം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കും, വരണം. ആവശ്യം എന്നോട് തുറന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ സാധിച്ചു തരും. പിന്നീട് ഒരിക്കലും ഈ ശരീരത്തിന് ഒരു ദോഷവും ഉണ്ടാകാത്ത വിധത്തിൽ അത് ആ കുട്ടിക്ക് കല്യാണം പോലും നടന്നിട്ടില്ല. പ്രായമായി, ഒരുപാട് പ്രായമായി. കല്യാണം പോലും നടന്നിട്ടില്ല, കല്യാണം നടത്താൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ ശാന്തമായി കേട്ടിരുന്നു, ചിരിച്ചിരുന്നു, തലകുലുക്കി സമ്മതിച്ചു. ഞാൻ വരാം, എൻ്റെ കാര്യം സാധിച്ചു തന്നാൽ അത് സാധിക്കാൻ പറ്റുന്നതാണ് എന്നുകൂടി പറഞ്ഞു. ഞാൻ മാറിപ്പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ശരിക്കും കൂട്ടത്തിൽ വന്നവർ അത്ഭുതപ്പെട്ടു പോയി. അതിനേക്കാൾ ഏറെ അത്ഭുതം എനിക്കായിരുന്നു. കാരണം ഒരു പൂജ പോലും വേണ്ടി വരില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവർ ചോദിച്ചു എന്ന് പൂജ നടത്തണം, എത്ര രൂപയാകും എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. പിന്നെ അവരുടെ വീട്ടുകാരൊക്കെ ആണുങ്ങളൊക്കെ എന്നെ ഒരുപാട് ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇതിന് എത്ര രൂപയാകും, ഞങ്ങൾ ഇപ്പോഴേ കാശ് ഒപ്പിച്ച് വയ്ക്കാം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ 1 രൂപ പോലും ചിലവാക്കാതെ ഇവിടെ എൻ്റെ അമ്മയുടെ മുന്നിൽ വന്നാൽ അത് പറയുന്ന എന്തോ ഒരു ചെറിയൊരു കാര്യമുണ്ട്. ചെറിയതൊന്നുമല്ല, നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം. അത് സാധിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അത് ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പക്ഷെ ഒഴിഞ്ഞു പോകും. അവർ അത്ഭുതപ്പെട്ടു പോയത് ഇന്നുവരെയും ഈ പ്രായം 30 വയസ്സ് അടുപ്പിച്ച് എന്തോ ആയ കുട്ടിക്ക് ഈ പ്രായം വരെയും ഒരിടത്ത് പോയിട്ടും വയലൻ്റ് ആകാതെ ഇത് പോയിട്ടില്ല. ഇത്രയും ശാന്തമായിട്ട് ഒരിടത്തും പോയിട്ടില്ല. അതായിരുന്നു അവർക്ക് എൻ്റെ അടുത്തുള്ളൊരു ഏറ്റവും വലിയൊരു വിശ്വാസം എന്നത്. അപ്പോൾ ഞാനിത് ഇത്രയും വിശദമായി പറഞ്ഞത് പ്രേതത്തിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെ. ഈ ഇത്രയും അത് രൗദ്രഭാവം പൂണ്ട് നിന്ന് ഒരു സമയം തന്നെ 10-15 വീട്ടിലുള്ള സകല അംഗങ്ങൾക്കും ഇങ്ങനൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ചില രൂപങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, അവരെ ഭയപ്പെടുത്തുന്നു. അത്രയും ശക്തമായി നിന്ന ഒരു ശക്തിയെ എത്രയോ ആൾക്കാർ വിചാരിച്ചിട്ടും അതിനെ തളയ്ക്കാൻ പറ്റാത്തൊരു ശക്തി. ഞാൻ തളച്ചു എന്നല്ല പറയുന്നത്, അതിനെ ഈ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ എനിക്ക് സാധിക്കും. ഞാനിത് ചെയ്തിട്ടില്ല, ഡേറ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. എന്നാലും ഒരു 1-2 ആഴ്ച കൂടെ കഴിയും. അപ്പോൾ ഇത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും. പക്ഷേ ഇനി ബാക്കി അവതരിപ്പിക്കാൻ അവർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സമ്മതിക്കുകയാണെങ്കിൽ അത് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകും, അതെനിക്ക് 101% ഉറപ്പ്. ഞാനത് നേരിട്ടല്ലെങ്കിലും അൺഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് കൂടി ഞാൻ ചെയ്യാം. ഞാൻ ഒരുപാട് എപ്പിസോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് അത് ബുദ്ധിമുട്ടില്ല. അവർ വളരെ വിനയത്തോടു കൂടി പറയും, സാറേ അവതരിപ്പിക്കല്ലേ, എൻ്റെ കുട്ടിയുടെ ഭാവിയാണെന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ എനിക്കൊരു എപ്പിസോഡ് ചെയ്യുന്നതിനേക്കാളോ അല്ലെങ്കിൽ 10 പേര് ഞാൻ ചെയ്ത ഒരു കർമ്മം അറിയുന്നതിനേക്കാളോ ഏറെയൊക്കെ ആ കുട്ടിയുടെ ഒരു ഭാവി അത് നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ കുട്ടിയുടെ ഓരോരുത്തരുടെയും അവർ അനുഭവിച്ചാൽ അറിയാൻ പറ്റും. അത്രയേറെ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് നിൽക്കുമ്പോൾ അവരറിയില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് മാറി അവർ നല്ലൊരു ജീവിതം നയിക്കുമ്പോൾ പിന്നീട് ഈ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവരത് പറയുമ്പോൾ അതിനെ നമ്മൾ ശിരസ വഹിച്ചേ പറ്റൂ. കാര്യം അനുഭവിച്ച് തീർത്തത് അവരാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് അങ്ങനെയുള്ളതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കണം, അങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതിനൊന്നും എനിക്ക് സൗകര്യമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ പറയുന്നവരോട് എല്ലാവരോടും അല്ല പറയുന്നത്. കാര്യം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുള്ളൂ. അതുപോലെയാണ് ഈ ഒരു എപ്പിസോഡും ഈ ഒരു സംഭവത്തെയും ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചു. അവരുടെ അടുത്ത് അനുവാദമൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അവരുടെ സ്ഥലമോ അവരുടെ അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറയാത്തതും. അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ
നാട്ടുകാർക്ക് വരെ അറിയാൻ പറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ അതൊന്നും ഞാൻ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടില്ല. കാര്യം അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഒരു പ്രേതത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും അതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും. ഒരിക്കലും അതിനെ നമ്മളൊരു ഗുണ്ടയായിട്ടൊന്നും കാണണ്ട. അതിനെ നമ്മൾ സാത്വികമായ രീതിയിൽ ഏത് ആത്മാവിനെയും സാത്വികമായ രീതിയിൽ നമുക്കതിനെ ഒഴിപ്പിക്കാൻ സാധിക്കും. കാരണം ഈ പ്രേതങ്ങളെന്ന് പറഞ്ഞ ആത്മാക്കളെല്ലാം ആഗ്രഹിക്കുന്നത് മോക്ഷപ്രാപ്തിയാണ്. അവർക്ക് ഈ ഭൂമിയിൽ അവരിപ്പോഴും ചുറ്റിത്തിരിയുന്നത് എന്തോ ചെറിയ ആഗ്രഹങ്ങൾ നടത്താനും അതുവഴി അവർക്ക് അവരുടെ മോക്ഷപ്രാപ്തി പദത്തിലേക്ക് എത്തിക്കാനുമാണ്. അത് തന്നെയാണ് സകല ആത്മാവിൻ്റെയും ആവശ്യം. അല്ലാതെ ഒരാളെ മനഃപൂർവ്വം കൊല്ലണമെന്ന് പറഞ്ഞൊക്കെ വരുന്നത് വളരെ ചുരുക്കമാണ്. അതിനൊന്നും സാധിക്കാറില്ല. പക്ഷേ അവർ ആ ഒരു അവസ്ഥയിൽ നമ്മളെ എത്തിക്കുമെന്നുള്ളതാണ്. പക്ഷേ എന്നാലും അങ്ങനെയുള്ള ആത്മാവിനെ ആണെങ്കിൽ പോലും വിളിച്ചു വരുത്തി അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് കർമ്മങ്ങൾ ചെയ്ത് അവരെ മോക്ഷപ്രാപ്തി പദത്തിലേക്ക് എത്തിച്ചാൽ അവർ തികഞ്ഞ തൃപ്തിയോടുകൂടി മനസ്സോടുകൂടി അവർ നമ്മളെ ഈ ഭൂമി വിട്ട് അവരവരുടേതായ ലോകത്തേക്ക് പോകുമെന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് പോലും നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത്. എന്തായാലും ഇത് പരിഹരിച്ചതിന് ശേഷം എൻ്റെ ചെറിയ എപ്പിസോഡായിട്ടാണെങ്കിലും ഞാനത് അവതരിപ്പിക്കാം. ഞാനീ പറഞ്ഞ സംഭവകഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളോ കൂടപത്രങ്ങളോ എന്തെങ്കിലും കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കേസുകൾ നേരിട്ട് നിങ്ങളുടെ ആ വീട്ടിൽ വന്നാൽ മാത്രമേ എനിക്കത് പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ വരുന്നത് തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.